ഹായ് ഫ്രണ്ട്സ്, നമസ്തേ, ഗുഡ് മോർണിംഗ്. നമ്മുടെ ജീവിതം നിശ്ചയിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ നിത്യരോഗികളാകാതിരിക്കണമെങ്കിൽ നാം പ്രകൃതിക്ക് അനുയോജ്യമായി തന്നെ ജീവിക്കണം. നമ്മുടെ ലൈഫ് സ്റ്റൈല് വളരെയധികം മാറ്റേണ്ടതുണ്ട്. അതിനായി നിത്യവും വ്യായാമം ചെയ്യുക. അതുപോലെ തന്നെ ഫുഡ് കഴിക്കുമ്പോൾ നല്ല ജങ്ക് ഫുഡൊക്കെ മാറ്റി നമ്മുടെ അമ്മമാർ പറഞ്ഞു തന്നിട്ടുള്ള കറികളും വിഭവങ്ങളെല്ലാം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. മനസ്സിലായോ? ഈ ബ്രെഡും പാസ്റ്റയും ഇതൊക്കെ കഴിക്കാതെ നമ്മൾ എപ്പോഴും കഴിക്കണോണ്ടൊന്നും ഒരു കുഴപ്പമില്ല. നിത്യവും അത് തന്നെ കഴിക്കുന്ന കുട്ടികളോടാണ് ഞാൻ പറയുന്നത്. അവർക്ക് നമ്മളാണ് വീട്ടിലുള്ള വീട്ടമ്മമാരാണ് അത് വളരെയധികം കെയർ ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉള്ളി സാമ്പാറാണ്. ഇഡലി, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ഇഡലിയും ഉള്ളി സാമ്പാറും. ബീഫ് വേവിച്ചിട്ടേ ഉള്ളൂ, പക്ഷെ അത് ഉച്ചയ്ക്കാണ്. ഉള്ളി സാധാരണ പരിപ്പിലിട്ട് വേവിച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യാറ്. ഈ ഉള്ളി എങ്ങനെയാണ് കണ്ണ് നീറാതെ പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കുന്ന ഒരു വിദ്യ ഞാൻ അടുത്ത വ്ലോഗിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ലൈഫ് ഓഫ് ഫാമിലിയുടെ ചാനൽ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. 10K ആയ ഗിഫ്റ്റ് നറുക്കെടുപ്പിലൂടെ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുന്നേ. ഇതാ ഉള്ളി നല്ലോണം വഴറ്റുക. സാധാരണ ഉള്ളി നമ്മൾ പരിപ്പിലിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, ഉള്ളി 4 കഷ്ണി, കുറച്ച് ഉള്ളി മതി. ഇത് അത്ര കപ്പായി ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് അടുത്ത കറിയിലേക്കുള്ളതാണ്. ചെറിയ ഓണിയൻ എത്രയും പെട്ടെന്ന് വേഗം നന്നാക്കാൻ പറ്റും. ക്ലീൻ ചെയ്തെടുക്കുക. കണ്ണൊന്നും എരിയില്ല. അത് ഞാൻ അടുത്ത ഇതിൽ വ്ലോഗിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇതൊന്ന് വഴറ്റേണ്ട സമയമുള്ളൂ. പരിപ്പ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ക്ലാസ് കഴിയുക, ഉള്ളി സാമ്പാർ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കണ്ടോ, ഇതാ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ വെള്ളം ചൂടാക്കുന്നു. ഇത് ഞാൻ പൊടിച്ച് വെച്ച സാമ്പാർ പൊടിയാണ്. അതടുത്ത വ്ളോഗിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല മണമാണ്. ഇതിങ്ങനെ പൊടിച്ച് വയ്ക്കും. കണ്ടോ, ഇത് കറിവേപ്പിലയുടെ പൊടി, ഇത് സാമ്പാർ പൊടി. ഇത്രയേ ഉള്ളൂ. ഈ വഴച്ച് വരേണ്ട ഒരു താമസമേ ഉള്ളൂ. ഇത് വഴണ്ട് വന്നു കഴിഞ്ഞാൽ കറി റെഡി. ഒരല്പം സാമ്പാർ പൊടി ഇട്ട് കൊടുക്കും. ഇനി കുറച്ച് കറിവേപ്പിലയുടെ, ഇനിയൊരു ആരും ചേർക്കാത്ത, എല്ലാവരും ഉള്ളി സാമ്പാർ ഉണ്ടാക്കാറുണ്ട്. ഇത് കറിവേപ്പിലയുടെ പൊടിയാണ്. ഒരല്പം ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ചേർത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് ഫിനിഷിങ് ടൈമിൽ ചേർക്കേണ്ടതാണ്. പിന്നെ എല്ലാം നമുക്കുള്ള സമയമുള്ളപ്പോൾ നമുക്ക് തേങ്ങ വറുത്തതാ, തേങ്ങാക്കൂട്ട് കണ്ടോ. ഇനി അടുത്ത വ്ളോഗിൽ ഞാൻ അങ്ങനെ തേങ്ങാക്കൂട്ടതാ നല്ലോണം വറുത്തരച്ച, വെള്ളം തൊടാതെ കണ്ടോ, എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ നമ്മൾ മിക്സിയിലിട്ട് മെല്ലെ 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 അരച്ചെടുക്കണം. കണ്ടോ, എണ്ണ പോലെ. ഇത് ഓരോ സ്പൂൺ നമുക്ക് എല്ലാ കറികളിലും ചേർക്കാം. ഇത് ഫ്രീസറിൽ വെച്ചാൽ മതി. ഇത്തിരി ഉപ്പിട്ട് വെച്ചാൽ കുറേ കാലം, മാസങ്ങളോളം കേടുകൂടാതിരിക്കും. ഓക്കെ, അപ്പോൾ കറിയിൽ ഉപ്പ് ചേർക്കുമ്പോൾ വളരെ കുറച്ച് ചേർക്കാം. അതുപോലെ തന്നെ ഉള്ളി സാമ്പാറിന് വേറൊരു സീക്രട്സ് ഇതുണ്ട്, ഇൻഗ്രീഡിയൻറ്റ്. ടൊമാറ്റോ. സാധാരണ ഉള്ളി സാമ്പാറിൽ തക്കാളി ചേർക്കാറില്ല, പക്ഷെ ഒരു ടൊമാറ്റോ മല്ലിയിലയും കൂടിയിട്ട് അടിച്ച് ചേർന്ന് നല്ല ഫ്ലേവർ കിട്ടും, നല്ല ടേസ്റ്റുമാണ്. ഓക്കെ, ഇപ്പോൾ ഉള്ളി വഴഞ്ഞു. ഇനി നമ്മൾ ചേർക്കുന്നത് പുളിയാണ്. കുറച്ച് പുളി ഇവിടെ ഇഷ്ടമുള്ളൂ കേട്ടോ. ചേർത്ത് കഴിഞ്ഞാൽ ഇനി അടുത്തത് തിളച്ച വെള്ളം ഒഴിക്കണം. കാരണം എന്താ പറയുക, പുളി വെള്ളം കുറച്ച് തണുത്ത് പോയി. അങ്ങനെ എപ്പോഴും തിളച്ച വെള്ളം ഒഴിക്കും.
ഉള്ളിക്ക് നല്ല ടേസ്റ്റ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടുമ്പോൾ ഉള്ളി ഇടുക. കുറച്ച് മുളക് പൊടിയും ചേർക്കാം, മല്ലിപ്പൊടി. അപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും അതിൽ വഴണ്ടി വരും ഉള്ളിയിൽ. കണ്ടോ? അപ്പോൾ നമുക്ക് ഉള്ളി കണ്ടോ, ഒരു പച്ചമുളക് ഇട്ടുണ്ട്. ഇനി അത് തിളയ്ക്കണം. തിളയ്ക്കുമ്പോൾ നമ്മൾ അടുത്ത കൂട്ടിയിടും, പരിപ്പ് ഇടുക. ഇതാ തള പറഞ്ഞു. ഇനി പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അത് നമുക്ക് എത്ര വേണമെങ്കിൽ അത്ര ചേർത്താൽ മതി കേട്ടോ. ഞാൻ ഇപ്പോൾ 2 പാത്രത്തിലാക്കി വെച്ചിട്ടുള്ളത്. നമുക്ക് ഇതിനനുസരിച്ച് ഉള്ളി സാമ്പാർ ഒരു ആഴ്ചയൊന്നും ഇരിക്കില്ല, അന്ന് തന്നെ കൂട്ടി അവസാനിക്കണം. കാരണം ഉള്ളിയല്ലേ, പിറ്റേ ദിവസം എന്തായാലും ഫ്രിഡ്ജിലൊക്കെ വെച്ചാലും നന്നാവില്ല. അപ്പോൾ കുറച്ച് പരിപ്പ് ചേർത്താൽ മതി. അപ്പോൾ അത് മതി. അപ്പോൾ ഇത് ബാക്കിയായി. അടുത്ത കറി വയ്ക്കുമ്പോൾ നമുക്കത് എടുക്കാം. ഇനി ഇത് തിളയ്ക്കുമ്പോൾ വേണം. കണ്ട എത്ര വേഗം ഉള്ളി സാമ്പാർ റെഡി. ഇനി വറുത്തിടേ വേണ്ടുള്ളൂ. കുറച്ചായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഉപ്പിട്ടിട്ടില്ല കേട്ടോ. ഇനി ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ. ഇത് തിളയ്ക്കട്ടെ. പുളി തിളയ്ക്കണം, അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. തിളച്ച് വരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. ഇത് വേറെ ലെവൽ. ഹേമ സ്പെഷ്യൽ ഉള്ളി സാമ്പാർ, ക്യുക്ക് സാമ്പാർ എന്ന് പറയാം. അപ്പോൾ എന്താ തക്കാളി മല്ലിയിലയും കൂടി അരച്ച് ചേർത്ത്. തിളക്കട്ടെ. ഇനി ഉപ്പിടണം. ഇനി വേറൊരു മിക്സിങ് കൂടി നമ്മൾ ചേർത്തിട്ടില്ല, അതുകൂടി ചേർക്കാൻ പോകുന്നു. ഇതാ കുറച്ച് മാത്രം ചേർത്താൽ മതി. തേങ്ങ വറുത്തരച്ച ഒരൊറ്റ ടീസ്പൂൺ. നമ്മൾ തിളച്ച വെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്യണേ. അതുകൊണ്ട് പരിപ്പ് കുറച്ച് ചേർത്തത്. ഫ്രീസറിൽ ഇരിക്കുകയാണെങ്കിൽ കറി വെക്കുന്നതിന് കുറച്ച് 10 മിനിറ്റ് മുന്നേ പുറത്തേക്ക് എടുത്ത് വയ്ക്കുക. അതിനെടുക്കുക, എന്നിട്ട് അതിൽ തന്നെ കൊണ്ടുവയ്ക്കണേ. ഒരു വേറെ ലെവൽ ഉള്ളി സാമ്പാറാണ്. ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ ബെസ്റ്റാണ്. നമ്മൾ ഉപ്പ് ചേർക്കാം. എന്താ വെച്ചാൽ ഇതിൽ ഉപ്പുണ്ടെങ്കിലേ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. അതാ ഉപ്പ് ചേർക്കാൻ. നോക്കി വെക്കാം. നമ്മൾ നെല്ല് ഉണ്ടോ? ആയ് കാണാൻ എന്ത് ഭംഗി അല്ലേ? എന്തു ഭംഗി നിന്നെ കാണാൻ. എൻ്റെ ഉള്ളി സാമ്പാറേ. അങ്ങനെ പാടാലോ. അപ്പോൾ എല്ലാവരും ഇനി വറുത്തിടണം കേട്ടോ. ഇനി ഇത് കഴിഞ്ഞാൽ ഇത് വറുത്തിട്ട് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. എത്ര വേഗം. ഇനി കുറച്ച് വേണമെങ്കിൽ ഒരൽപ്പം ഇതാ നമ്മുടെ കറിവേപ്പില പൊടി. അയ്യാ സാമ്പാർ വേറെ ലെവലായി. ഉള്ളി സാമ്പാർ റെഡി. കണ്ടോ എത്ര പെട്ടെന്ന് സാമ്പാറായി. അത് കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും വേഗം കുക്ക് ചെയ്യണം, അല്ലെങ്കിൽ എന്താ മടുപ്പാവും. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരുപാട് പണിയുള്ള പോലെ തോന്നും. അപ്പോൾ പിന്നെ ടേസ്റ്റും ഉണ്ടാവില്ല. അങ്ങനെ മടുപ്പ് വന്നാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. വേഗം പണി കഴിക്കണം. നമുക്ക്
കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ കുക്കറിൽ വേവിക്കാം. വേവിച്ച് കുറച്ച് എടുത്ത് വെച്ച് ഫ്രീസറിൽ നിന്ന് എടുത്ത് സൂക്ഷിക്കാൻ പറ്റുന്ന ഇപ്പോൾ കറക്റ്റാണ്. ഓക്കെ, ഇനി വറുത്തിടാം. ഇങ്ങനെയാകുമ്പോൾ ഉള്ളിയൊന്നും കടിക്കില്ല. ഇങ്ങനെ വഴറ്റിയിട്ട് ചേർക്കുമ്പോഴേ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഉള്ളിക്കീലൊക്കെ ഉണ്ടാക്കില്ലേ വഴറ്റിയിട്ട്, അപ്പോൾ ഉള്ളിയൊക്കെ ഉണ്ടാക്കും. ഉള്ളി സാമ്പാറാണ്. എന്നാൽ ഉള്ളി ഇങ്ങനെ ഒറ്റയ്ക്ക് എടുക്കില്ല, അതൊരു വൃത്തികേടാ അല്ലേ. ഇതിനോട് കറിയോട് യോജിച്ച് കിടക്കണം, മനസ്സിലായ? അലിഞ്ഞ് ചേരണം, വായിലിട്ട് അലിഞ്ഞ് ചേരണം. ആരും കൊതിക്കുന്ന ഉള്ളി സാമ്പാർ റെഡി. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവരും ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൽ ഞങ്ങൾ വെള്ളുള്ളി ഒന്നും ചേർക്കില്ല കേട്ടോ. ഷെയർ ചെയ്യണം, കമൻറ്റുകൾ അറിയിക്കണം. ഇന്ന് പറയണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കുറച്ച് ഉള്ളി മതി, കുറച്ച് വെളിച്ചെണ്ണ മതി. അതിന് ശേഷം ഇതൊക്കെ നമ്മുടെ അമ്മമാർ പറഞ്ഞു തന്ന റെസിപ്പീസാണ് അല്ലേ. അതിൽ കുറച്ച് നമ്മൾ വ്യത്യാസം വരുത്തി അതിനെ ടേസ്റ്റ് കൂട്ടി അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സാമ്പാറുകളും പൊടികളും ഒക്കെ അങ്ങനെയാണ്. നമ്മുടെ ഐഡിയയിൽ കൊണ്ടുവരുമ്പോൾ കുറച്ചും കൂടെ വ്യത്യാസം വരും. ഓക്കെ, കുറച്ച് കടുക് ഇടുക. ചിലർക്ക് ഉലുവയ്ക്ക് ഇടും, പക്ഷേ സാമ്പാർ പൊടിയിൽ ഉലുവയും കടുകും എല്ലാം ഉണ്ട്. അത് ഞാനൊരു ദിവസം കാണിക്കാം കേട്ടോ. സാമ്പാർ പൊടിയിൽ എല്ലാം ഉള്ള കാരണം കായം എല്ലാം ഉണ്ട്. അപ്പോൾ അത് വേറെ ഇടേണ്ട ആവശ്യമില്ല. ഉലുവ അവിടെ ഇഷ്ടമില്ല ഇങ്ങനെ കടിക്കുമ്പോൾ. ഉള്ളി സാമ്പാറിൽ നിന്നല്ല, ഏത് സാമ്പാറിലിടുമ്പോൾ ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു കയ്പ്പ് രസം വരുമ്പോൾ അത് ഇഷ്ടമല്ല അവിടെ. റെഡി, ഉള്ളി സാമ്പാർ റെഡി. അപ്പോൾ ഇത് കടുക് പൊട്ടുമ്പോൾ ഒരു നുള്ളെന്ന് പറയില്ലേ, അതുപോലെ ഒരു നുള്ള്, ഒരു ഭംഗിക്ക് കണ്ടോ. ഇതൊറ്റ നുള്ള്. ഇത് അധികം എരിവൊന്നുമില്ല. കുറച്ച് എരിപുളിയൊക്കെ, അത് എരിപുളിയൊക്കെ വളരെ കുറച്ചാണ് ശരീരത്തിന് നല്ലത്. എണ്ണ ഉപയോഗം കുറയ്ക്കുക. ഓക്കെ, ഇഷ്ടപ്പെട്ടോ ഉള്ളി സാമ്പാർ? ഹേമ സ്പെഷ്യൽ ഉള്ളി സാമ്പാർ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് ടേസ്റ്റ് അറിയിക്കണം കേട്ടോ. നല്ല ശബ്ദം കേൾക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ സാമ്പാർ റെഡി. ഹേമ സ്പെഷ്യൽ ഉള്ളി സാമ്പാർ, വറുത്തടിച്ച ഉള്ളി സാമ്പാർ. ഓക്കെ, എത്ര വേഗമായില്ലേ. അപ്പോൾ ലൈക്ക് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഒരിക്കൽ കൂടി ശുഭദിനം. ബൈ.